Hi students. So, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തേർഡ് ലെസൺ ആയിരുന്നു എന്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന്റെ കണ്ടിന്യൂഷൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആയിരുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ നമ്മൾ പല കൺവെൻഷൻസ് പറഞ്ഞു. നാലോളം കൺവെൻഷൻസ് പറഞ്ഞു. ലാസ്റ്റ് പഠിച്ചത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റീവ്സ് ആണ് പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് ഗ്യാപ്പ്. എന്താണ് ഗ്യാപ്പ്? ഗ്യാപ്പിന്റെ ഫുൾ ഫോം ആണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതിനെയാണെന്ന് പറയുന്നത് എന്ത്? ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെപ്പറേറ്റ് ആണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പറയുന്ന പേരാണ് അത് ഗ്യാപ്പ്. ഓക്കെ, എന്താ നോക്കിക്കോ. In order to maintain uniformity and consistency in accounting records throughout the world, certain rules and principles have been developed which are generally accepted by the accounting profession. എടാ നോക്കടാ, നമ്മുടെ ലോകത്ത് ഓരോരുത്തർക്ക് തോന്നുന്ന പോലെ അക്കൗണ്ടിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്കത് കമ്പയർ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും അല്ലെ, ഒരാൾ പഠിച്ച വേറെ രൂപത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. സോ എല്ലാവരും അപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു അക്കൗണ്ടിങ് എന്താ പറയാ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു. കുറെ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ പഠിച്ചു, കുറെ കൺസർവേഷൻ പഠിച്ചു. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ, എല്ലാവരും ജനറൽ ആയിട്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസും റൂൾസും. സോ അതിനെല്ലാം നമ്മുടെ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് എന്ത്, നമ്മള് അതാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. These rules are principles are called different names. ഈ ഇതിന് നമ്മൾ പല പേരായിട്ട് പറയും. കൺസെപ്റ്റ്, നമ്മൾ കൺസെപ്റ്റുകൾ പഠിച്ചു. പല ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഡിഫറെന്റ് കഴിവ് കൺസെപ്റ്റ്, കൺവെൻഷൻസ് എന്ന് പറയും. അതുപോലെ തന്നെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അസംഷൻസ് എന്ന് പറയും. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രിൻസിപ്പിൾസും റൂൾസിന്റെ ബേസ് ഇതിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? അക്കൗണ്ടിങ്സ്. These rules are judged on their generally acceptability rather than universal here. The popularly called generally accepted. ഓക്കെ, ഈ പ്രിൻസിപ്പിളിനെയും ഈ എന്താ പറയാ ഈ അസംഷൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സപ്പോർട്ട് ജനറലി കോമൺ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡീസ്. അതായത് പല അക്കൗണ്ടിങ് ബോഡീസ് ഇല്ലേ, അവരൊക്കെ എന്താണ് അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, കൺസെപ്റ്റ്, കൺവേഴ്സ്, എന്താ പറയാ ഇതിനൊക്കെ അസംഷൻസ്, അതിനൊക്കെയാണ് നമ്മൾ ജനറലി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫുൾ ഫോം ഓർത്തിരിക്കണം. ഇനി ഇതെന്ന് പറയുന്ന ഈ നമ്മൾ കുറെ പഠിച്ച കസ്റ്റംസും അല്ലെങ്കിൽ ഈ റൂൾസ് ഒക്കെ എന്താണ് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ്, അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് തന്നെയാണ് എന്ത്, ഇപ്പൊ ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. Then next one ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ denote a discipline which provide the board guidance and yardsticks for evolution. Okay, a guidance accounting standards provide uniform practice and common techniques accounting. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാലേ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഗ്യാപ്പ് പോലെ തന്നെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സോ അതായത് ഗ്യാപ്പിന്റെ അടിയിൽ വരുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് ഇതിൽ നിന്ന് നമ്മൾ കുറെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ കൺസെപ്റ്റ് ഉണ്ട്, കുറെ എന്താ പറയാ നമ്മൾ പഠിച്ച അസംഷൻസ് ഉണ്ട്, അതിന് നമ്മൾ വേറൊരു പേര് പറഞ്ഞു അല്ലെ, പോസ്റ്റുലേറ്റ്സ് ഉണ്ട്, കൺവെൻഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, ഗ്യാപ്പ്. അപ്പൊ ഈ അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് എന്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ കൺസെപ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സുകൾ, നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസിനാണ് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഓക്കെ, യെസ്. ഇത് ആരാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ദേ ആർ പ്രോപ്രൈറ്ററി ഫ്രം ദ സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്, ICAI എന്നതിനെ ഷോർട്ട് ആയിട്ട് പറയാം. കോൺസ്റ്റിറ്റ്യൂട്ടഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഇൻ ഏപ്രിൽ 1977. ICAI ഉണ്ട്, ICAI ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേട്ടിട്ടില്ലേ? യെസ്, ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത്, ICAI എന്ന് പറയും. ഇതിന്റെ ഫുൾ ഫോം ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവര് 1977 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു
കമ്മിറ്റീനെ എന്ത് ചെയ്തു, അവര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തിന്? ഡെവലപ്പിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്തിന്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അവരെല്ലാവരും വേറെ എന്ത് ചെയ്തു, തീരുമാനിച്ചു കുറെ എന്ത് ചെയ്തു, അവര് കുറെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. However, the International Accounting Standards Committee was set up in 1973. ഇനി അതുപോലെ തന്നെ ഇതിപ്പോ ഇന്ത്യയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICI ഒരു എന്ത് ചെയ്തത്, ഒരു ഡെവലപ്പ് ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ എന്ത് ASB, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇതുപോലെ തന്നെ ഇന്റർനാഷണൽ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിനാണ് പറയാം ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയാം, IASC എന്ന് പറയും. അത് 1973 ഉണ്ടാക്കിയത്. വിത്ത് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ലണ്ടൻ. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലണ്ടൻ അല്ലെങ്കിൽ UK ഓക്കെ. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. The accounting standard will ensure the responsibility of formulating significant accounting, keeping the international development legal requirement of India. ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഇവർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. The main function of ASB എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഓക്കെ. എന്താണ്? ഐഡന്റിഫൈ ദി ഏരിയ ഓഫ് വിച്ച് യൂണിഫോംലി സ്റ്റാൻഡേർഡ് റിക്വയർ ആൻഡ് ഡെവലപ്പ് ദ ഡ്രാഫ്റ്റ് സ്റ്റാൻഡേർഡ് ആഫ്റ്റർ ഡിസ്കഷൻ വിത്ത് റെപ്രസെന്റേറ്റീവ് ഓഫ് ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ് ദ അണ്ടർസ്റ്റാൻഡ്. ഇവരുടെ ഒരു ഇതെന്താ വെച്ചാൽ കുറെ സ്ഥലത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേണ്ടിയിരുന്നു. നമ്മളത് പതിയെ ഓരോന്നായിട്ട് പഠിക്കും. അപ്പൊ അത് എവിടേക്കാണ് വേണ്ടതെന്നുള്ളത് ആവശ്യമായിട്ടുള്ള ബോഡീസായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരത് മേക്ക് ചെയ്യും. ഓക്കെ. യെസ്. അതുപോലെ തന്നെ നോക്കടാ, IASC എന്താ? ഇന്റർനാഷണൽ എന്താ പറയാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ഓക്കെ. അവരെന്ത് ചെയ്യുന്നുണ്ട്, 40ഓളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ however the ICI has for issued 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, ഓരോ പ്രിൻസിപ്പിളിനും ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. AS1 ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. എന്താ പറയുന്നത്? ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. This standard deals with the disclosure of significant accounting policies of financial statement. AS1 എന്താ ഡീൽ ചെയ്യുന്നത്? അക്കൗണ്ടിങ് പോളിസീസ് ഏതൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് പോളിസീസ് ഏത് അക്കൗണ്ടിങ് പോളിസിയാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് ഏതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നോക്കണേ, അക്കൗണ്ടിങ് 2, S1, S2, S3, S4 അങ്ങനെ 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് ആരുണ്ടാക്കിയതാണ്? ICA. അത് നോട്ട് ചെയ്യണം കേട്ടോ. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. ജസ്റ്റ് നിങ്ങളിത് വായിച്ചു നോക്കിയാൽ മതി, ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഓക്കെ ആണോ? യെസ്. ഇതിന്റെ ബാക്കിയും ഡീറ്റെയിലൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഓരോന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി വിട്ടോ. ഓക്കെ. ഓക്കെ. അതോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തു, ഖത്തം ഹോ ഗയ. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഷോർട്ട് നോട്ട് കൂടെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ റാപ്പപ്പ് ചെയ്യാം. ഓക്കെ. ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. സോ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഷോർട്ട് നോട്ട്. ഓക്കെ. യെസ്. എന്താ നമ്മളിത് പഠിച്ചത്? ഫസ്റ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ പ്രാക്ടീസസ് വിച്ച് ആർ ഫോളോഡ് ഇൻ റെക്കോർഡിംഗ് ആൻഡ് പ്രസന്റിംഗ് ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ ബിസിനസ്. അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ പ്രാക്ടീസ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അക്കൗണ്ടിങ് കൺവെൻഷൻസ് നമുക്ക് 4 പഠിക്കാനുള്ളത്: കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ഓക്കെ. അതിൽ ഫസ്റ്റ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്നതാ? കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി സ്റ്റേറ്റ് ദാറ്റ് the same accounting method should be adopted every year preparing financial statement. നോക്കട്ടെ, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്താ പറയുന്നത്? സെയിം അക്കൗണ്ടിങ് എന്താ പറയാ മെത്തേഡ്സ് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് കൺസിസ്റ്റൻസി. ഓക്കെ. 3 എണ്ണം ഉണ്ട്. ദ ഫസ്റ്റ് വൺ വെർട്ടിക്കൽ കൺസിസ്റ്റൻസി, സെയിം ഓർഗനൈസേഷനിൽ സെയിം മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഹൊറിസോണ്ടൽ കൺസിസ്റ്റൻസി, എല്ലായിടത്തും ഉപയോഗിക്കുന്ന ടൈം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഒരിടത്ത് 1 ഇയർ ആച്ചാൽ മറ്റൊരു 1 ഇയർ. നമ്മൾ സാധാരണ ഫൈനാൻഷ്യൽ ഇയർ ഉപയോഗിക്കും. 2 ടൈപ്സ് ഓഫ് ടൈം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഉണ്ട് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഇൻ എന്താ പറയാ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. എന്താ? 2 ഓർഗനൈസേഷൻ ദ സെയിം ട്രേഡ്, 2 സെയിം ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ സെയിം മെത്തേഡ്സ് ഉപയോഗിക്കണം. സിഗ്നിഫിക്കന്റ് ടു ഫെസിലിറ്റേറ്റ് ദ എന്താ പറയാ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. 2 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കമ്പയർ ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് ദ യൂണിഫോമിറ്റി ഇൻ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ആൻഡ് വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഡിപ്രീസിയേഷന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഒക്കെ ഫൈൻഡ് ചെയ്യാനും അതിലൊക്കെ ഒരു യൂണിഫോമിറ്റി, എല്ലാം ഒരുപോലെ ആവണ്ടേ, അതാണ് നമ്മൾ പറയുന്നത് ഈ ഫസ്റ്റ് ഈ കൺവെൻഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു.
രണ്ടാമതാണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയും. എന്താ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ദ കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ സ്റ്റേറ്റ് ദാറ്റ് ഓൾ ദ മെറ്റീരിയൽ എന്താ മെറ്റീരിയൽ എന്ന് പറഞ്ഞു അല്ലേ, മെറ്റീരിയൽ എമൗണ്ട് ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് റെലവെന്റ് ഫാക്ട്സ് റിലേറ്റിംഗ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ഫുള്ളി ഡിസ്ക്ലോസ്, എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. അതെന്തായിരിക്കണം, അഡിക്വേറ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, ഫുൾ ആയിരിക്കണം. ആവശ്യമായിട്ടുള്ള എല്ലാം എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അത് ഫെയർ, സത്യസന്ധയോടെ ഫുൾ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. സിഗ്നിഫിക്കൻസ് എന്താണ്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? സിഗ്നിഫിക്കൻസ് ഹെൽപ്സ് എ മീനിങ്ഫുൾ കമ്പാരിസൺ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ബിസിനസ് യൂണിറ്റ്സ്. ഡിഫറെന്റ് യൂണിറ്റ്സിന്റെ കമ്പാരിസൺ അതെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഏത്, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്താ പറയാ, നമ്മൾ എന്ത് ചെയ്യണം, അത് നോട്ടായിട്ട് കൊടുക്കണം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിനെ കുറിച്ച് പറയണം, മനസ്സിലായോ? അതാണ് പറയുന്നത്. ദിസ് ക്യാൻ ആൾസോ ഹെൽപ്പ് ദ കമ്പാരിസൺ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫറെന്റ് ഇയേഴ്സ് ഓഫ് ദ സെയിം ബിസിനസ് യൂണിറ്റ്സ്. രണ്ട് ഡിഫറെന്റ് ഇയേഴ്സ്, പല ഇയേഴ്സിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഹെൽപ്പ് ചെയ്യും. ദ കൺവെൻഷൻ ഓഫ് ഇസ് ഫോർഗെറ്റ് ഗ്രേറ്റ് ഹെൽപ്പ് ടു ഇൻവെസ്റ്റർ ആൻഡ് ഷെയർ ഹോൾഡർ ടു മേക്കിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അല്ലെ, കംപ്ലീറ്റിനെ പറ്റിയുള്ള ഫുൾ ആൻഡ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഇതിലുണ്ടാവും, അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും അല്ലെ, നമ്മുടെ പല സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻവെസ്റ്റിനും കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് സാധിക്കും. ദ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ പ്രസന്റ് റിയലബിൾ ഇൻഫർമേഷൻ. അത് കാരണം എന്ത് ചെയ്യും, റിയലബിൾ വിശ്വസനീയമായ ഇൻഫർമേഷൻസ് അവർ. അടുത്താണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. അല്ലെ, എന്താ പറഞ്ഞേ, മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും സെപ്പറേറ്റ് അതിനെന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് ഒരു ടി വി മേടിച്ചു, ഒരു ഫ്രിഡ്ജ് മേടിച്ചു, അതൊക്കെ വലിയ എമൗണ്ട്സിന്റെ ട്രാൻസാക്ഷൻ അല്ലേ, സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യും വേണം. എന്താ പറയാ, അതുപോലെ തന്നെ മെറ്റീരിയൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യും വേണം. ഇനി മെറ്റീരിയൽ ആയിട്ടോ ഇൻസിഗ്നിഫിക്കന്റ് ആണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കൺസോളിഡേറ്റ് എമൗണ്ട്, അതിന്റെ മൊത്തത്തിലുള്ള എമൗണ്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇത് ചെയ്താലും മതി. അവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെന്നും പെൻസിലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ, കാരണം അത് മെറ്റീരിയൽ എമൗണ്ട് അല്ല. പെന്ന് പറഞ്ഞാൽ 5 രൂപ ഉള്ളൂ, അത് മെറ്റീരിയൽ എമൗണ്ട് അല്ലാതെ അതിന്റെ കൺസോളിഡേറ്റ്, അതിന്റെ മൊത്തത്തിലുള്ള എമൗണ്ട് വേണമെങ്കിൽ കാണിച്ചാലും കുഴപ്പമില്ല. പക്ഷെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് കാണിക്കണം. ഓക്കെ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ് ദാറ്റ് മേക്ക് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ മോർ മീനിങ്ഫുൾ. അർത്ഥം ഓൺലി സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി ഷോൺ ഇൻ ദ ഫൈനാൻഷ്യൽ. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എമൗണ്ട്, സപ്പോസ് ഒരു കവർ മേടിച്ചു 50 പൈസ, അതിന്റെയൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് സ്റ്റേഷനറി എന്നൊക്കെ പറഞ്ഞാൽ അതിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. സിഗ്നിഫിക്കൻസ് എന്തിനാ ഈ ഒരു കൺവെൻഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് മിനിമൈസിങ് ദ എറേഴ്സ് ഓഫ് കാൽക്കുലേഷന്റെ തെറ്റുകൾ വരാനുള്ള ചാൻസ് കുറക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മേക്കിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മോർ മീനിങ്ഫുൾ. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ മനസ്സിലാക്കാനും എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇറ്റ് സേവ്സ് ടൈംസ് ആൻഡ് റിസോഴ്സസ്, എന്ത് ചെയ്യും, ടൈമും റിസോഴ്സും ഹെൽപ്പ് ചെയ്യും. കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം സ്റ്റേറ്റ് ദാറ്റ് ദ പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി റെക്കോർഡ് അണ്ടിൽ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. എന്താ പറയുന്നത്, റിയലൈസ് ചെയ്യാതെ എന്ത് ചെയ്യരുത്, പ്രോഫിറ്റ് എന്ത് ചെയ്യരുത്, റെക്കോർഡ് ചെയ്യരുത്. മനസ്സിലായി? നമ്മൾ പറഞ്ഞു, ഇപ്പൊ സപ്പോസ് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യൂല. ബട്ട് ഇഫ് ബിസിനസ് ആന്റിസിപ്പേറ്റഡ് ലോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ലോസ് ഉണ്ടാവുക ഇൻ നിയർ ഫ്യൂച്ചർ, വരുന്ന കാലങ്ങളിൽ ഇനി ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. പ്രൊവിഷൻ എന്തായാലും ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ പറഞ്ഞു ഒരു കേസിന്റെ അതൊക്കെ, ഒരു ഹോട്ടൽ ബിസിനസ് നടത്തിയിട്ട് എന്തെങ്കിലും ഫുഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 1 lakhന്റെ ഒരു ഭാവിയിൽ ഒരു ചാൻസ്, പെനാൽറ്റി ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ 1 lakhന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷെ സെയിലോ ഇൻകം വരാൻ കിട്ടാണ്ടെങ്കിൽ, ഒരു പ്രോഫിറ്റ് കിട്ടാണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെന്ത് ക്രിയേറ്റ് ചെയ്യരുത്, അത് ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ആന്റിസിപ്പേറ്റഡ് നോ പ്രോഫിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണ്ട, ബട്ട് പ്രൊവൈഡ് ദ ആൾ പോസിബിൾ ലോസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, എന്താണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഹെൽപ്സ് അസേർട്ട് ആക്ച്വൽ പ്രോഫിറ്റ്, കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് അസേർട്ടൈൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ പ്രിൻസിപ്പിൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ദ സിറ്റുവേഷൻ ഓഫ് അൺസർട്ടൈനിങ് ആൻഡ് ഡൗട്ട്സ്. അൺസർട്ടൈൻ ഇവന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഡൗട്ട്സിന്റെ ഇതൊക്കെ എന്ത് ചെയ്യും, അതിനൊക്കെ ഒരു സേഫ് ഗാർഡ് ആയിട്ട്, നമ്മൾ ടെസ്റ്റിൽ പഠിച്ചത് സേഫ് ഗാർഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഹെൽപ്സ് ദ മെയിൻറ്റെയിനിങ് ദ ക്യാപിറ്റൽ ഓഫ് ദ എന്റർപ്രൈസ്. ക്യാപിറ്റൽ നഷ്ടപ്പെടാതെ കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്താണ് ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, refer to rules and guidance
എന്താ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റെഫേഴ്സ് ടു റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. എന്താ കുറെ റൂൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ്. എന്ത് അഡോപ്റ്റഡ് ബൈ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡൻസ് ആൻഡ് റൂൾസിനെ പറയുന്ന പേരാണ് നമ്മൾ ഗ്യാപ്പ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ കൂടി, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതോടുകൂടി എന്ത് ചെയ്തു, ചാപ്റ്റർ 3 ഓവർ. ഓക്കെ, ഇപ്പൊ ഈ നോട്ട്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണം. ഈ നോട്ട്സ് മാത്രം, ഈ നോട്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് ജസ്റ്റ് റെഫർ ചെയ്യും ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ്, പക്ഷേ ഈ നോട്ടുള്ള പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു യൂണിറ്റിലോട്ട് കിടക്കാം. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ്. സോ ഇത് നമുക്കൊരു സെപ്പറേറ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.